ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ്. നോയമ്പ് കാലം ആകുമ്പോൾ ബിരിയാണി എല്ലാവരും മിസ് ചെയ്യും. നമുക്ക് നോയമ്പ് കാലത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വെജിറ്റബിൾ ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे വെജിറ്റബിൾ ബിരിയാണി. दिखाएंगे कैसे है. ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. പാൻ ഗരം हो गया. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഓയിൽ डालना है, रिफाइंड ऑयल. ग्राമ്പू, ഏലക്ക, पत्ता, इलायची, लौंग, दालचीनी गरम तेल में डालना है. थोड़ा फ्राई करना है. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്രാമ്പു ഏലക്കയൊക്കെ പൊട്ടിയിട്ടുണ്ട്. इलायची सब हो गया. प्याज डालेंगे. 3 ഉള്ളിയാണ് എടുത്തിട്ട്. സബോള 3 प्याज लिया है. थोड़ा फ्राई करना है. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് ഫ്രൈ करने का टाइम लहसुन, വെളുത്തുള്ളി, ഇഞ്ചി, अदरक, हरी मिर्च, പച്ചമുളക് ഒരു 15 എണ്ണം, 15 हरी मिर्च, 1 प्याज, ഒരു ഉള്ളി അരിഞ്ഞു വെച്ചാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. थोड़ा क्रश करके आएंगे. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अदरक लहसुन सब अच्छे से क्रश करके रखा है. अभी हम 1 बाउल सोया चंक नमक डाल के बॉईल करके रखा था. ഉപ്പിട്ട് ഞാൻ വേവിച്ചാണ്. 1 ബൗൾ സോയാ ചങ്ക്. ഇതിനകത്തോട്ട് നമുക്കിപ്പം ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. थोड़ा हल्दी पाउडर डालेंगे और 1/2 टीस्पून മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 टीस्पून गरम मसाला പൊടി, 1/2 टीस्पून गरम मसाला पाउडर और 1/2 टीस्पून सॉल्ट. ഒരു നാരങ്ങ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. 1 नींबू का रस डालें. अच्छे से मिक्स करके 15 मिनट रखेंगे. നന്നായിട്ട് മിക്സ് ചെയ്ത് 15 मिनट നമുക്ക് മെറിനേറ്റ് ചെയ്യാൻ പറ്റും. മെറിനേറ്റ് करने के लिए 15 मिनट रखना है. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. प्याज अच्छा से सॉफ्ट हो गया. अभी क्रश करके रखा है वो मसाला डालना है. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. थोड़ा फ्राई करना है. कच्चा टेस्ट छोड़ना है. इतना तक थोड़ा फ्राई करना है. നമുക്കിതൊന്ന് ഇതിന്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. 1 टीस्पून हल्दी पाउडर, 1 टीस्पून മഞ്ഞൾ പൊടി, 1 टीस्पून മുളക് പൊടി, 1 टीस्पून മിർച്ച പൗഡർ, 2 टीस्पून ധനിയ പൗഡർ, 2 टीस्पून മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല 2 टीस्पून, 2 टीस्पून ഗരം മസാല പൊടി, 1 टीस्पून കുരുമുളക് പൊടി, 1 टीस्पून गोल मिर्ची का पाउडर और नमक भी डाल दें. ആവശ്യത്തിന് ഉപ്പ്. मसाला फ्राई ആയിട്ടുണ്ട്. മസാല थोड़ा फ्राई हो गया. थोड़ा से पुदीना पत्ता, നമുക്ക് പുതിന ഇല കുറച്ചിട്ട് കൊടുക്കാം. ധനിയ പത്ത, മല്ലി ഇല ഒന്ന് വഴറ്റിയെടുക്കാം. थोड़ा से फ्राई कर दीजिए. अभी डालना है टोमेटो. നമുക്കിപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഒരു 3 टोमेटो ഞാൻ എടുത്തിട്ടുണ്ട്. 3 टोमेटो लिया है, छोटा छोटा काट के वो भी डाल के थोड़ा नरम होने तक फ्राई करना है. കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. टोमेटो നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. टोमेटो अच्छे से सॉफ्ट हो गया. अभी 1 मुट्ठी बीन्स डाल दें. ഒരു പിടി ബീൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 कैरेट, 2 कैरेट मिक्स करके रखेंगे. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. देन करके अच्छे से पकने के लिए रखेंगे. लो फ्लेम में डाल के रखना है. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വെക്കാൻ. ഇപ്പം ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. പാൻ ഗരം हो गया. 2 ടേബിൾ സ്പൂൺ घी डालना है. 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചാലും മതി, പക്ഷെ നെയ്യ് ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. घी डालने से अच्छा टेस्ट आ जाएगा. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. घी अच्छे से गरम हो गया. मसाला डालना है. ग्राമ്പू, ഏലക്ക, पत्ता, दालचीनी, इलायची और लौंग डाल. मसाला अभी फूटा है. अभी 1 प्याज डाल रहे हैं. ഒരു സബോള ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. इतनी इഞ്ചി, थोड़ा सा अदरक, थोड़ा सा फ्राई करना है. കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ഉള്ളി വഴന്നു കഴിഞ്ഞു. अदरक और प्याज थोड़ा फ्राई हो गया. अभी डालना है पानी. 3 and 3/4 कप पानी डाल रहे. 3.25 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. 2.5 കപ്പ് അരിക്കാണ് ഇട്ടിരിച്ചത്. 2.5 कप चावल लिया है, उसके लिए है अभी पानी डाला है.
ഇപ്പം നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചീനി ഡാലാ ഹെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമക് ബി ഡാൽ ദേ. ബോയിൽ होने വെയിറ്റ് करना है. നല്ലതായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. പാനി ബോയിൽ करने के लिए रखा है. सब्जी अभी हो रहा है. अभी काजू किशमिश फ्राई करना है. നമുക്ക് പറങ്ങാണ്ടി മുന്തിരിങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്. 1 മുട്ടി കാജു लिया है फ्राई करने के लिए डालेंगे. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ആയി തുടങ്ങിയിട്ടുണ്ട്. കാജു ഫ്രൈ हो रहे हैं. अभी 1 മുട്ടി किशमिश डाल दे. ഒരു മുട്ടി किशमिश നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും വറന്നു കഴിഞ്ഞ് നമുക്ക് എടുക്കാം. दोनों फ्राई हो गया निकाल देंगे. प्याज फ्राई करने के लिए डाल देंगे. നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് पानी अच्छे से फुट रहा है. अभी 2.5 कप चावल डाल दे. 2.5 कप अरी इट കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से थोड़ा मिक्स करके पुदीना पत्ता पुदीनയുടെ ഇല കുറച്ചിട്ട് കൊടുക്കാം. थोड़ा से धनिया पत्ता കുറച്ച് മല്ലിയുടെ ഇല നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. नींबू रस डालना है. अच्छे से मिक्स करके मीडियम फ्लेम में डाल के बनाएंगे. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പക്കാएंगे. ഉള്ളി വറുത്തത് നമുക്ക് എടുക്കാം. प्याज फ्राई हो गया निकाल देंगे. 3 स्लाइस ब्रेड എടുത്തിട്ടുണ്ട്. 3 पीस ब्रेड दिया है. अभी कटिंग करना है. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സൈസിലുള്ള പീസ് ആക്കണം. इतना साइज का पीस बनाएंगे. ब्रेड നമുക്ക് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ब्रेड भी इसमें डाल के फ्राई करके लेना है. ब्रेडും ഫ്രൈ ആയി കഴിഞ്ഞു. ब्रेड भी फ्राई हो गया निकाल देंगे. सोया चंक मैरिनेट ചെയ്യാൻ വെച്ചിരുന്നതാണ്. सोया चंक मैरिनेट करने के लिए रखा है. बाकी थोड़ा तेल था. കുറച്ച് ബാക്കി എണ്ണ ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ചോറ് എത്രയാണെന്ന് നോക്കാം. चावल देखेंगे. വെള്ളം എല്ലാം പറ്റി നല്ലതായിട്ടുണ്ട്. अच्छे से पानी पूरा सूख गया है. चावल भी अच्छे से पक गया है. നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെക്കാം. വെജിറ്റബിൾ എല്ലാം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. वेजिटेबल सब अच्छे से हो गया. अभी सोया चंक इसमें डालना है. നമുക്ക് सोया चंक ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. നമുക്ക് सोया चंकिൻ്റെ കൂടെ मशरूम ഇടാം, पनीर ഇടാം. मशरूम भी इसमें डाल सकता है, पनीर भी डाल सकता है. अभी इसमें 1/2 कप पानी डालना है. നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 कप पानी डाल के अच्छे से बॉईल करना है. നമ്മുടെ കറിയും ചോറും ആയി കഴിഞ്ഞ് നമുക്ക് ഇത് ബിരിയാണി സെറ്റ് ചെയ്യണം. अभी बिरयानी सेट करने का टाइम हो गया. चावल भी हो गया, करी भी हो गया. अभी फ्राई करके रखा है काजू किशमिश. ब्रेड सब इसमें धनिया पत्ता डाल रहे. पुदीना पत्ता धनियाയുടെ ഇലയും പുതിനയുടെ ഇലയും നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ്. सेट करने के लिए थोड़ा सुविधा है. पहले सब्जी डालना है. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾ ഉണ്ടാക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. थोड़ा स्प्रेड करके डाल दीजिएगा. अभी डाल दें चावल. നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. थोड़ा इसका ऊपर में घी डालना है. अभी फ्राई करके डाला रखा है वो सब डालना है. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പറങ്ങാണ്ടി മുന്തിരിങ്ങയും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. थोड़ा सा चावल डाल दें. ഈ കറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനും സെറ്റ് ചെയ്തെടുക്കാം. ऐसे ही सब सेट करके लेना है, लेयर करना है. और चावल डाल दीजिए. നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ऐसे ही सब डालेंगे. ഇങ്ങനെ നമുക്കിത് മുഴുവനും ചെയ്തെടുക്കാം. ചോറും കറിയും എല്ലാം ഞാൻ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. चावल और करी सब सेट करके बाकी थोड़ा सा था इसका ऊपर में डालेंगे. നമുക്ക് ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. 10 मिनट നമുക്ക് लो ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. 10 मिनट लो फ्लेम में डाल के दम करके लेना है. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു.
നമ്മുടെ നോയമ്പ് കാലത്ത് ചിക്കൻ ബിരിയാണിയെക്കാളും നല്ല ഒരു വെജിറ്റബിൾ ബിരിയാണി നമുക്ക് കഴിക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കിട്ടും. साइड से ऐसे कटिंग करके लेना है. साइड डिश ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റൈത്തയാണ്. റൈത്ത बनाया है इसका साथ और पापड़ बनाया है और आम का चटनी है. മാങ്ങയുടെ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം വെജിറ്റബിൾ ബിരിയാണി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग घर में थोड़ा ट्राई करके देखिएगा. बहुत बढ़िया टेस्ट है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.